അമൃത, മോളെ, ആരോ ഒരുത്തിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ പട്ടിണി ഇരുന്ന ഈ ഡാഡിക്ക് വിഷമം ഉണ്ടാവില്ലേ മോളെ? കുഞ്ഞുനാൾ തൊട്ട് നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നീ ചെയ്യാൻ ആഗ്രഹിച്ചതിനെല്ലാം ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ പ്രാവശ്യം ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ ഡാഡി വേണ്ടാത്തവനായ മോളെ? നീ സ്നേഹിച്ചത് തെറ്റില്ല മോളെ. പക്ഷെ നമ്മളെ ആര് ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. നീ സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മോളെ, ആഹാരം കഴിച്ച് സമാധാനായിട്ട് ഉറങ്ങ, മനസ്സിലായോ? ഡാഡി. എന്താ മോളെ? ഞാനൊന്നും കൊച്ചുകുട്ടിയല്ല ഡാഡി. ഐ ക്യാൻ ടേക്ക് മൈ ഡിസിഷൻസ് ഓൺ മൈ ഓൺ. ഡാഡിയല്ലേ എപ്പോഴും പറയാറുള്ളത് ഡാഡിയുടെ ലൈഫിൽ ഞാനല്ലാതെ വേറെ ആരും ഇല്ലെന്ന്. ഞാൻ എന്ത് ചോദിച്ചാലും തരുമെന്ന്. അതെല്ലാം കള്ളമാണോ? ഇതുവരെ എന്റെ മകൾ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടതെല്ലാം എന്റെ പരിസ്ഥിതിക്കും കഴിവിനും കൂടിയതായിരുന്നു മോളെ. പക്ഷെ ജീവിതത്തിൽ ആദ്യമേ ഇത്രയും ചീപ്പായിട്ടൊരു കാര്യം നീ ആവശ്യപ്പെടുമെന്ന് ആലോചിച്ചില്ല മോളെ. അല്ല, ഒരു പെണ്ണും പയ്യനും സ്നേഹിച്ചാൽ എന്തിനാ ഡാഡി നിങ്ങളെപ്പോലത്തെ ഫാദേഴ്സിന് സ്റ്റേറ്റസ് ഓർമ്മ വരുന്നത്? നീ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് എന്റെ അടുത്ത് മറുപടി ഉണ്ട് മോളെ. പക്ഷെ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തെറ്റായിട്ട് എടുക്കാനുള്ള സാഹചര്യത്തിലാണ് മോളെ നീ ഇപ്പോ. നിന്നെ ചുറ്റിയുള്ള പ്രപഞ്ചം ഇത്രയും മനോഹരമായിരിക്കുന്നതിന് കാരണം അത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. നീ ഒരൊറ്റ ദിവസം പുറത്തു പോയി നോക്ക്, ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല. ഡാഡി പറയുന്ന ഒന്ന് കേളു മോളെ. എടാ, നീ സന്തോഷായിട്ട് ഇരിക്കും. എനിക്കിപ്പോഴിപ്പോഴാ മനസ്സിലാവുന്ന ഡാഡി, എന്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ചതുപോലെയാണെന്നാ വിചാരിച്ചിരുന്നത്. എന്നാൽ എനിക്കറിയാതെ എന്റെ ലൈഫ് ഡാഡി ആയിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നെന്ന്. ഇനി തൊട്ട് അങ്ങനെ നടക്കില്ല ഡാഡി. എന്റെ ലൈഫ് ഞാൻ ലീഡ് ചെയ്തോളാം. അത്യാവശ്യമാണെങ്കിൽ എന്റെ പ്രവീണിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. നീ ഇങ്ങനെ സംസാരിച്ച് ഈ ഡാഡിയെ കുട്ടി എങ്ങനെ സഹിക്കാൻ പറ്റുമോളെ? അതൊന്നും എനിക്കറിയില്ല ഡാഡി. എനിക്ക് എന്റെ പ്രവീൺ വേണം. അവൻ നിന്റെ പണത്തിനെയാണ് സ്നേഹിക്കുന്നത്. അവന്റെ സ്നേഹത്തിന് സത്യമില്ല മോളെ. എനിക്കെന്തോ ഡാഡി പറയുന്നതിൽ വിശ്വാസമില്ല. കള്ളം പറയുന്നത് പോലെ തോന്നുന്നു. ഞാൻ എന്തിനാ മോളെ കള്ളം പറഞ്ഞ് നിന്റെ ജീവിതത്തിനെ നശിപ്പിക്കുന്നു? ഡാഡി ഒരു പ്രാവശ്യം പ്രവീണിനെ മീറ്റ് ചെയ്താൽ നന്നായിരിക്കും. നീ കഴിച്ചിട്ട് കിടക്ക. ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് ശരിയാ. അവൻ്റെ ഫാമിലി, അവൻ്റെ സ്വന്തക്കാരെല്ലാം വളരെ അഹങ്കാരത്തിലാണ്. ചേട്ടനെ പറ്റിയും നമ്മുടെ ഫാമിലിയെ പറ്റിയും നമ്മുടെ ബന്ധുക്കളെ പറ്റിയും വളരെ വൃത്തികെട്ട ഭാഷയിൽ ചീത്ത പറഞ്ഞ് അവമാനിച്ചു ചേട്ടാ. എന്നാണെങ്കിലും മാധവൻ്റെ മരുമകൻ ഞാനാണെന്ന് എല്ലാവരുടെ മുമ്പിലും ചാലഞ്ച് ചെയ്ത് എന്നെ നാണം കെടുത്തി. ഒരു പ്രാവശ്യം വിളിച്ച് സംസാരിച്ചാൽ നന്നായിരിക്കും. വേണ്ട ഏട്ടത്തി, അവൻ്റെ ക്യാരക്ടർ വളരെ മോശമാണ്. അവൻ നമ്മുടെ നമ്രതയെ വിട്ടു പോകണമെങ്കിൽ 5 കോടി രൂപ വേണം ചോദിക്കുന്നു ചേട്ടാ. ഒരു നാണോ ഇല്ലാതെ ആ പ്രേം സ്നേഹത്തിന് വേണ്ടി എന്റെ അടുത്ത് വില പേശിരിക്കുന്നു. അവനും അവന്റെ കുടുംബവും ചെയ്ത കൊടും ചതിയിൽ നമ്രത വിഴുന്നു കിടക്കുന്നത് എന്നെ കൊണ്ട് നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും പൈസ വേണമെന്ന് അവൻ ഡിമാൻഡ് ചെയ്യുന്ന ഏട്ടാ. അന്നു തൊട്ട് കൊഞ്ചി കെഞ്ചി സംസാരിച്ച് നമ്രതയെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ആ ദിവസം തൊട്ട് വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് നമ്രതയ്ക്ക് സ്ട്രോങ് ആയിട്ട് വാർണിംഗ് കൊടുത്ത് മുറിയിൽ പൂട്ടിയിട്ടു.
ആ നമ്രത, ഞാൻ നിന്റെ വീടിന് പുറത്തുണ്ട്. വേഗം വാ, പോകാം. എന്നെ വീട്ടിൽ നിന്ന് ഇവര് വെളിയിൽ വിടുന്നില്ല. അതെന്തുകൊണ്ടാ? റൂം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞു പുറത്തേക്ക് വാ നമ്രത. Give me some time. Let me plan something, Praveen. ഐ ലവ് യു നമ്രത. നീ ഇല്ലെങ്കിൽ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. നീ ഇപ്പൊ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീടിന് മുമ്പിൽ വെച്ച് സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോകും നമ്രത. പ്ലീസ് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ കരഞ്ഞു പോകൂടാ. നമ്മൾ കല്യാണം കഴിച്ച് ഈ സൊസൈറ്റിക്ക് ഒരു ഇൻസ്പിറേഷനായി ജീവിക്കണം. നീ വന്ന് എന്നെ കൊണ്ടുപോ. അതെ നമ്രത, നമ്മളെ കുറിച്ചും നമ്മുടെ സ്നേഹത്തെ കുറിച്ചും എല്ലാവരും മനസ്സിലാക്കട്ടെ. ഡാഡി, എന്തു പറ്റിയടാ? അവളുടെ അച്ഛൻ വന്നെന്ന് തോന്നുന്നു. പോടാ. നിനക്ക് എന്താ മോളെ പറ്റിയ? സഡനായിട്ട് ഇങ്ങനെ മാറിപ്പോയി നീ. സഡൻ ആയിട്ട് ഒന്നുമില്ല ഡാഡി. ഞാൻ ആദ്യം മുതലേ പ്രവീണിനെയാണ് സ്നേഹിക്കുന്നത്. പ്ലീസ് ഡാഡി, അക്സെപ്റ്റ് അവർ ലവ്. മോളെ നിനക്ക് എങ്ങനെ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ സ്നേഹത്തിൽ സത്യം ഇല്ല മോളെ. നിന്നെ കാരണം കാട്ടി അവൻ എന്റെ അടുത്ത് പണം വിലപേശുന്നു. ഡാഡി, പ്രവീൺ കാശിന് വേണ്ടിയല്ല എന്നെ ലവ് ചെയ്യുന്നത്. ഡാഡി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിന്റെ ചെറിയ ചിറ്റടുത്ത് അവൻ നിന്നെ വിട്ട് വിലകി പോവാൻ പണം ചോദിച്ചു. അറിയോ? നിനക്ക് ചെറിയച്ഛനെ പറ്റി അറിയാമോ? ചെറിയച്ഛൻ എങ്ങനെയാന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. എന്റെ അനിയനെ പറ്റി എനിക്ക് നല്ലവണ്ണം അറിയാം. അവന് തെറ്റായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. തെറ്റായവനല്ല. പക്ഷെ ഇവൻ നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് നിന്റെ അടുത്ത് തെറ്റായിട്ട് പറഞ്ഞ് നിന്നെ അവന്റെ കൂടെ ചെല്ലാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ചു. നമ്രതേ, നമ്മുടെ കുടുംബത്തിന്റെ ഗൗരവം മൊത്തം നിന്റെ കയ്യിലാ ഉള്ളത് മോളെ. ഈ കാര്യം നാട്ടുകാരറിഞ്ഞാൽ നമ്മുടെ കുടുംബം തലകുനിക്കേണ്ടി വരും മോളെ. പ്ലീസ് മോളെ, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. ഡാഡി, പ്ലീസ് അക്സെപ്റ്റ് പ്രവീൺ. ഡാഡി, നിങ്ങൾ ചെറിയച്ഛനെ എത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടോ അത്രയ്ക്ക് ഞാൻ പ്രവീണിനെയും വിശ്വസിക്കുന്നുണ്ട്. പ്രവീൺ നമ്മുടെ ഫാമിലി സ്റ്റേറ്റസിനെ രക്ഷിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഡാഡി. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഇതിന് ഞാൻ തലവഴങ്ങില്ല. ഡാഡി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രവീൺ അക്സെപ്റ്റ് ചെയ്തേ തീരൂ. പ്രവീണാണ് ഈ വീടിന്റെ മരുമകൻ. ഓർമ്മിച്ചോളൂ. ഫോൺ കൊടുത്തിട്ട് പോയിക്കൂടെ?